വടക്കേ മലബാറിലെ യാത്രക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം. മംഗലാപുരം രാമേശ്വരം ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ ബോർഡിന്റെ അനുമതി. ആഴ്ചയിൽ ഒരു ദിവസമാണ് ട്രെയിൻ സർവീസ് നടത്തുക. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് KOL ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. മംഗളൂരുവിൽ നിന്നും രാമേശ്വരത്തേക്ക് പുതിയ ട്രെയിൻ പ്രഖ്യാപിച്ച് റെയിൽവേ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഉടൻ തന്നെ സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. മംഗളൂരു രാമേശ്വരം എക്സ്പ്രസ് ശനിയാഴ്ചകളിൽ വൈകിട്ട് 7:30 മംഗളൂരുവിൽ നിന്നും പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ 11:45 രാമേശ്വരത്ത് എത്തിച്ചേരും. രാമേശ്വരം മംഗളൂരു എക്സ്പ്രസ് ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് രാമേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച പുലർച്ചെ 5:50 മംഗളൂരുവിൽ എത്തും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, പാലക്കാട്, പഴനി, ഒട്ടൻചത്രം, പൊള്ളാച്ചി, ദിണ്ടിഗൽ, മധുര, മാനാമധുരൈ, രാമനാഥപുരം എന്നിവിടങ്ങളിൽ ട്രെയിനിന് സ്റ്റോപ്പുണ്ടാകും. പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് രാമേശ്വരം. വളരെ കാലമായി കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് നേരിട്ട് ട്രെയിൻ വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. സംസ്ഥാനത്ത് നിന്നുള്ള യാത്രക്കാർക്ക് കോയമ്പത്തൂരിലേക്കോ കന്യാകുമാരിയിലേക്കോ പോയി രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ കയറേണ്ട സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ ട്രെയിൻ സർവീസ് തുടങ്ങുന്നതോടെ ഈയൊരു പ്രശ്നത്തിനായിരിക്കും പരിഹാരമുണ്ടാകുക. സംസ്ഥാനത്ത് നിന്നുള്ള യാത്രക്കാർക്ക് കോയമ്പത്തൂരിലേക്കോ കന്യാകുമാരിയിലേക്കോ പോയി രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ കയറേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പുതിയ ട്രെയിനിൻ്റെ പ്രഖ്യാപനത്തോടെ അത് മാറുന്നുവെന്ന് മാത്രമല്ല, മലബാറിലെ യാത്രാ ദുരിതത്തിനും അല്പം ആശ്വാസമാകും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം, ആലപ്പുഴ, കാസർഗോഡ് വന്ദേ ഭാരത് മംഗളൂരു വരെ നീട്ടി സർവീസ് ആരംഭിച്ചിരുന്നു. ഇതും വടക്കേ മലബാറുകാരുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമേകുന്നതായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.